ദൈവത്തിന് മഹത്വം. ഏവർക്കും ക്രിസ്തുവിൽ ഒരിക്കൽ കൂടെ സ്നേഹ വന്ദനം. വിശ്വാസവും ശക്തിയും എന്നതിനെ കുറിച്ച് പല കാര്യങ്ങൾ ദൈവകൃപയിൽ ആശ്രയിച്ച് ഈ ദിവസങ്ങളിൽ നമുക്ക് ചിന്തിപ്പാൻ ഇടയായിട്ടുണ്ട്. 1 തീമോഥെയോസിന്റെ ലേഖനം 1:19 ഇപ്രകാരം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ചിലർ നല്ല മനസ്സാക്ഷി തള്ളിക്കളഞ്ഞിട്ട് അവരുടെ വിശ്വാസ കപ്പൽ തകർന്നുപോയി. ഹൂമനിയോസും അലക്സാണ്ടറും ഈ കൂട്ടത്തിൽ ഉള്ളവരാകുന്നു. ഇവിടെ വിശ്വാസത്തെ ഒരു കപ്പലിനോട് ഉപമിച്ചാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അതെ, നാം ചിന്തിക്കുമ്പോൾ ഒരു കപ്പലിന് അത് തകർന്നു പോകത്തക്ക വിധത്തിൽ പലവിധമാകുന്ന കൊടുങ്കാറ്റുകൾ, ന്യൂനമർദ്ദം, ഓളങ്ങൾ, തിരമാലകൾ, ഇതെല്ലാം ആ കപ്പലിന്റെ നേരെ ആഞ്ഞടിക്കുന്നത് വളരെ സർവ്വസാധാരണമാണ്. എന്നാൽ വിശ്വാസ കപ്പൽ എങ്ങനെയാണ് തകർന്നത് അല്ലെങ്കിൽ തകരുന്നത് എന്നതിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പറയുന്നത് 1, നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞു. 2, ദൂഷണം പറയുന്നവർ. ഈ 2 കാരണത്താൽ ഒരുവന്റെ വിശ്വാസ കപ്പൽ തകർന്നു പോകുന്ന അനുഭവമാണ് പൗലോസ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നല്ല മനസാക്ഷി ഒരുവനെ തുറമുഖത്ത് എത്തിക്കുന്ന ആ വിശ്വാസ കപ്പലിന്റെ ചുക്കാൻ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. നല്ല മനസാക്ഷി നമുക്കില്ല എങ്കിൽ അത് വലിയ തകർച്ചയ്ക്ക് കാരണമാണ്. പൗലോസ് അപ്പോസ്തല പ്രവൃത്തികൾ 24:16 പറയുമ്പോൾ, എനിക്ക് ദൈവത്തോടും മനുഷ്യരോടും കുറ്റമില്ലാത്ത മനസാക്ഷി എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കാൻ ഞാൻ ശ്രമിക്കുന്നു എന്നാണ്. ദൈവത്തോട് മാത്രം പോരാ, മനുഷ്യരോടും കുറ്റമില്ലാത്ത ഒരു നല്ല മനസാക്ഷി ഒരു വിശ്വാസിക്ക് ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. ദുരുപദേഷ്ടാക്കന്മാർ നല്ല മനസാക്ഷിയും വിശ്വാസവും അവര് തള്ളിക്കളഞ്ഞു. അത് കപ്പൽ ഛേദത്തിന് കാരണമായി എന്നാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ഹൂമനിയോസ് വിശ്വാസികളുടെ പുനരുത്ഥാനം കഴിഞ്ഞു എന്ന് പറഞ്ഞ് സഭയില് വളരെ കുഴപ്പമുണ്ടാക്കിയതായ ഒരു വ്യക്തിയായിരുന്നു. അത് 2 തീമോഥെയോസിന്റെ ലേഖനം 2:18 നമുക്ക് ആ വാക്യത്തിൽ കാണുവാനായിട്ട് സാധിക്കും. ചെമ്പുപണിക്കാരനായ അലക്സാണ്ടർ പൗലോസിന് വളരെ ദോഷം ചെയ്തു എന്നാണ് 2 തീമോഥെയോസിന്റെ ലേഖനം 4:14 നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ദുരുപദേഷ്ടാക്കന്മാരുടെ വാക്കുകൾ അർബുദ വ്യാധി പോലെ തിന്നുകളയും എന്ന് പൗലോസ് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. ആദ്യ നൂറ്റാണ്ടിൽ തന്നെ ദുരുപദേഷ്ടാക്കന്മാർ ദുരുപദേശത്തിന്റെ ആയുധങ്ങൾ പ്രയോഗിച്ച് വിശ്വാസ കപ്പലിന് വളരെ ദോഷം ചെയ്യുകയുണ്ടായി. അതുകൊണ്ടാണ് യൂദ പൊതു രക്ഷയെക്കുറിച്ച് ലേഖനം എഴുതുവാൻ ആഗ്രഹിച്ചിട്ടും അതിന് തുനിയാതെ അടിയന്തര പ്രാധാന്യം അക്കാലത്തുണ്ടായിരുന്ന ദുരുപദേഷ്ടാക്കന്മാർക്ക് എതിരെ പോരാടുവാനായിട്ട് തന്റെ ലേഖനത്തിൽ താൻ എഴുതുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പൗലോസ് വീണ്ടും ഗലാത്യ ലേഖനം 1:8 പറയുമ്പോൾ, ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ എന്നാണ് അവിടെയും പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഒരുവന്റെ വിശ്വാസ കപ്പൽ എങ്ങനെയാണ് തകർന്നു പോകുന്നത്? അവന്റെ നല്ല മനസാക്ഷി അവൻ തള്ളിക്കളയുമ്പോൾ, അഥവാ വേണ്ട വിധത്തിൽ ഉപദേശത്തിൽ നിൽക്കാതെ വരുമ്പോൾ ഒക്കെ അവന്റെ വിശ്വാസ കപ്പൽ തകർന്നു പോവുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ പലതരത്തിലുള്ളതായ ഓളങ്ങളും തിരമാലകളും എല്ലാം വിള്ളലുകൾ ഈ കപ്പലിൽ സൃഷ്ടിക്കാറുണ്ട്. ചിലപ്പോൾ ചില വിള്ളലുകളിൽ കൂടി വെള്ളം പമ്പ് ചെയ്യുന്നത് പോലെ അകത്തേക്ക് കടത്തിവിട്ടിട്ട് കപ്പൽ മുക്കിക്കളയുന്ന അനുഭവങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈ ലോകത്തിന്റെ മോഹങ്ങളാകുന്ന വിള്ളലുകളിൽ കൂടി ഒരു വിശ്വാസിയുടെ വിശ്വാസ കപ്പൽ തകർത്ത് കളയുവാനാണ്
ശത്രു എപ്പോഴും ശ്രമിക്കുന്നത്. നമുക്കറിയാം, മിസ്രയീമിൽ നിന്ന് ഏതാണ്ട് 6 ലക്ഷം പേർ അവർ ഇറങ്ങിത്തിരിച്ചു. പക്ഷെങ്കിൽ 2 പേർ മാത്രമാണ് വാഗ്ദത്ത കനാൻ നാട്ടിൽ ചെന്നെത്തുവാനായിട്ട് ഇടയായി തീർന്നത്. ബാക്കിയുള്ളവരുടെ എല്ലാം വിശ്വാസ കപ്പൽ ആ യാത്രയിൽ മരുഭൂമിയിൽ തകർന്ന് തരിപ്പണമാകുവാൻ ഇടയായി തീർന്ന അനുഭവങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. അവര് ദുർമോഹികളായി തീർന്നു, പിറുപിറുക്കുവാൻ തുടങ്ങി, ലോകത്തിലേക്ക് അവർ ഇറങ്ങുവാൻ തുടങ്ങി. ഇതിന്റെ എല്ലാം പശ്ചാത്തലത്തില് അല്ലെങ്കിൽ അവർ വിഗ്രഹാരാധികളായി മാറി. അവർക്ക് ഉപദേശത്തിൽ നിൽപ്പാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഓർക്കുക, 6 ലക്ഷത്തോളം പേർ ഇറങ്ങിത്തിരിച്ചതിൽ 2 പേർക്ക് മാത്രമാണ് കനാൻ നാട്ടിൽ ചെന്നെത്തുവാനായിട്ട് ഇടയായി തീർന്നത്. പ്രിയമുള്ളവരെ, ലോകമാകുന്ന ഈ സമുദ്രത്തിലൂടെ, വിശ്വാസമാകുന്ന കപ്പലിലൂടെ യാത്ര ചെയ്യുന്നവനാണ് വിശ്വാസി. അതുകൊണ്ട് ലോകത്തിന്റെ ഓളങ്ങളും അതിന്റെ തിരമാലകളും അവന്റെ കപ്പലിനെ മുക്കിക്കളയാതെ വണ്ണം വിശ്വാസത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട്, വിശ്വാസത്തിനു വേണ്ടി പോരാട്ടം കഴിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അപ്രകാരം വിശ്വാസ കപ്പൽ തകർന്നു പോകാതെ വണ്ണം നമുക്ക് ഓടുവാൻ ഇടയായി തീരട്ടെ. ആ ദൈവകരങ്ങളിൽ നമ്മെ തന്നെ നമുക്ക് ഏൽപ്പിക്കാമല്ലോ. വിശ്വാസ കപ്പൽ താഴുമോ ഈ ഉലകിൽ ഈശാനമൂലനേറുന്നേ? വിശ്വാസ കപ്പൽ താഴുമോ ഈ ഉലകിൽ ഈശാനമൂലനേറുന്നേ? ആശ്വാസമേകുവാൻ നീ വേഗമായി വന്നാലും, ആശ്വാസമേകുവാൻ നീ വേഗമായി വന്നാലും, വിശ്വാസനായക പ്രിയ, വിശ്വാസനായക പ്രിയ. ലോകത്തിലേകയാശ്രയം എന്നേശു മാത്രം, ശോകങ്ങളേറി വന്നാലും. ലോകത്തിലേകയാശ്രയം എന്നേശു മാത്രം, ശോകങ്ങളേറി വന്നാലും. ശക്തി കാഴ്ച ശബ്ദങ്ങൾ ഏറെ വേണം വിശ്വാസപ്പോരിൽ നിൽക്കുവാൻ. നിൻ ശക്തി കാഴ്ച ശബ്ദങ്ങൾ ഏറെ വേണം വിശ്വാസപ്പോരിൽ നിൽക്കുവാൻ. പത്മോസിലെത്ര നാൾ ഞാൻ ഏകനായി പാർക്കണം, പത്മോസിലെത്ര നാൾ ഞാൻ ഏകനായി പാർക്കണം, വിശ്വാസത്യാഗമില്ലാതെ, വിശ്വാസത്യാഗമില്ലാതെ. ലോകത്തിലേകയാശ്രയം എന്നേശു മാത്രം, ശോകങ്ങളേറി വന്നാലും. ലോകത്തിലേകയാശ്രയം എന്നേശു മാത്രം, ശോകങ്ങളേറി വന്നാലും. ലോകത്തിലേകയാശ്രയം എന്നേശു മാത്രം, ശോകങ്ങളേറി വന്നാലും. ലോകത്തിലേകയാശ്രയം എന്നേശു മാത്രം, ശോകങ്ങളേറി വന്നാലും.